യേശുക്രിസ്തുവിന്റെ ലൈഫ് നമ്മൾ ഫോളോ ചെയ്യണമെങ്കിൽ അവന്റെ ജീവിതത്തെക്കുറിച്ചൊരു ക്ലോസ് വാച്ച്, വളരെ അടുത്ത് അത് കാണുന്ന ഒരു അനുഭവം അത്യാവശ്യമാണ്. അതില്ലാതെ ഒരിക്കലും നമുക്ക് പറ്റത്തില്ല. അവന്റെ ജീവിതം എങ്ങനെയാണെന്നുള്ളത് നമ്മളൊന്ന് കാണാനായിട്ട് ഒരു ക്ലോസ് വാച്ച്. അത് നമ്മൾ ഗോസ്പൽസ് എല്ലാം ഒന്ന് സുവിശേഷങ്ങളിലൂടെ നമ്മൾ കടന്നു പോകേണ്ടി വരും. എന്നാൽ അതിനു മുമ്പ് ഈ യേശുവിന്റെ ജീവിതം ജീവിക്കണമെങ്കിൽ ഒരു കാര്യം വളരെ പ്രധാനമാണ്. ആ ഒരു ജീവിതം ജീവിക്കണമെങ്കിൽ ആ ഒരു ശക്തി നമുക്കുണ്ടെങ്കിലേ പറ്റുള്ളൂ, അല്ലാതെ ഒരിക്കലും പറ്റത്തില്ല. അതുകൊണ്ട് യേശു ജീവിച്ചപ്പോൾ അവന്റെ പിൻബലം അല്ലെങ്കിൽ അവനെ അതിന് പ്രാപ്തനാക്കിയത് എന്താണ് എന്നുള്ളതിനെ കുറിച്ച് ഒരു വാക്ക് അപ്പോസ്തല പ്രവൃത്തി 10-ാം അധ്യായം 38-ാമത്തെ വാക്യത്തിൽ നമുക്കറിയാം. അപ്പോസ്തല പ്രവൃത്തി 10-ാം അധ്യായത്തിൽ കാണുന്നത് കൊർന്നല്യോസിന്റെ ഭവനത്തിൽ പത്രോസ് ആദ്യമായി ജാതികളോട് സംസാരിക്കുമ്പോൾ, ജാതികളോട് സുവിശേഷം അറിയിക്കുന്ന സമയത്ത്, അതുവരെയും ജാതികളോട് സുവിശേഷം അറിയിക്കാനുള്ള ഒരു മനസ്സ് വാസ്തവത്തിൽ പത്രോസിനുണ്ടായിരുന്നില്ല. എന്നാൽ ദൈവത്തിന്റെ ഒരു പ്രത്യേകമായ ഇടപെടലിലൂടെ, ഒരു പ്രത്യേകമായ ഒരു ദർശനത്തിലൂടെ ജാതികളോട് സുവിശേഷം അറിയിക്കാൻ പത്രോസിനെ ദൈവം മെരുക്കിയെടുക്കുകയായിരുന്നു. അങ്ങനെ ഒരുക്കിയെടുത്തിട്ട് അവരുടെ അടുത്ത് കർത്താവിനെ കുറിച്ച് പ്രസംഗിക്കാൻ ഇടപഴകും, അല്ലെങ്കിൽ ഇടപെടുമ്പോൾ, അതിനുവേണ്ടി പരിശ്രമിക്കുമ്പോൾ പത്രോസ് വായി തുറന്നവരോട് സംസാരിക്കുന്ന ഒരു കാര്യം, ദൈവത്തിന് മുഖപക്ഷമില്ല എന്നും ഏത് ജാതിയിലും അവനെ ഭയപ്പെട്ട് നീതി പ്രവർത്തിക്കുന്ന, വേഴ്സ് 34 ഓൺവേർഡ്സ് വായിക്കുമ്പോൾ എന്ന് പറയുമ്പോൾ അതിന്റെ സമയമില്ലല്ലോ, അതിന്റെ 38 നമ്മൾ കാണുന്നു, നസറായനായ യേശുവിനെ ദൈവം പരിശുദ്ധാത്മാവിനാലും ശക്തിയാലും അഭിഷേകം ചെയ്തതും ദൈവം അവനോടുകൂടെ ഇരുന്നത് കൊണ്ട് അവൻ നന്മ ചെയ്തും പിശാച് ബാധിച്ചവരെ ഒക്കെയും സൗഖ്യമാക്കിയും കൊണ്ട് സഞ്ചരിച്ചതുമായ വിവരം നിങ്ങൾ അറിയുന്നുവല്ലോ. യേശുവിന്റെ ജീവിതത്തെക്കുറിച്ച് പറയുമ്പോഴത്തേക്ക് യേശുവിന്റെ ജീവിതത്തിന്റെ ഒരു പ്രധാനപ്പെട്ട പ്രത്യേകതയായിട്ട് ഈ ജാതികളോട് പത്രോസ് പരിചയപ്പെടുത്തുന്നത്, യേശുവിനെ പരിചയപ്പെടുത്തുകയാണ്. ഒന്ന്, അവൻ നന്മ ചെയ്തും പിശാച് ബാധിച്ചവരൊക്കെയും സൗഖ്യമാക്കിയും കൊണ്ട് സഞ്ചരിച്ചു. നന്മ ചെയ്തു. ഹി വാസ് ഡൂയിങ് ഗുഡ് ഇൻ എവറി റെസ്പെക്ട്. എന്നാൽ അതിന്റെ പിൻബലം എന്തായിരുന്നു എന്നവിടെ പറയുന്നുണ്ട്. അതാണ് ഞാനൊരു ക്ലോസ് വാച്ച് എന്നവിടെ പറയാനുള്ള കാര്യം. അവിടെ പറയുന്നത്, യേശുവിനെ ദൈവം പരിശുദ്ധാത്മാവിനാലും ശക്തിയാലും അഭിഷേകം ചെയ്തതും ദൈവം അവനോടുകൂടെ ഇരുന്നതുകൊണ്ട്. പരിശുദ്ധാത്മാവിനാലും ശക്തിയാലും അഭിഷേകം ചെയ്തു, ദൈവം അവനോടുകൂടെ ഇരുന്നു. ഈ ഭാഗങ്ങളിൽ പിന്നീട് ദൈവം യേശു ചെയ്ത എല്ലാ പ്രവൃത്തിക്കും നിദാനമായിരുന്നു എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ എന്താണ്? ഹി വാസ് അനോയിന്റഡ് ബൈ ദ ഹോളി സ്പിരിറ്റ് ആൻഡ് ഹി വാസ് ഓൾസോ അനോയിന്റഡ് ബൈ ദ പവർ. ആൻഡ് ആഫ്റ്റർ ഓൾ ഇറ്റ് വാസ് ആൻ അനോയിന്റിങ്. ആൻഡ് ദെൻ God was dwelling in him. He was with him. അപ്പോൾ അവന്റെ ശക്തിയുടെ അല്ലെങ്കിൽ അവന്റെ പ്രവൃത്തിയുടെ പിൻബലമായി നമ്മൾ കാണുന്നത്, ഫസ്റ്റ് ഓഫ് ഓൾ ഇറ്റ് ഈസ് ദ ഹോളി സ്പിരിറ്റ്, അനോയിന്റിങ് ഓഫ് ദ ഹോളി സ്പിരിറ്റ് ആൻഡ് ദ പവർ ആൻഡ് അനോയിന്റിങ് ആൻഡ് ഡ്വെല്ലിംഗ് ഓഫ് ഗാഡ്. ഫസ്റ്റ് ഓഫ് ഓൾ ഇറ്റ് സേസ് അബൌട്ട് ദ ഹോളി സ്പിരിറ്റ്. എങ്ങനെയാണ് പരിശുദ്ധാത്മാവ് യേശുവിന്റെ ജീവിതത്തിൽ അവന്റെ ജീവിതം ജീവിക്കാൻ സഹായകമായത് എന്ന് നമ്മൾ പഠിക്കുകയാണ്. എന്തിനെന്ന് ചോദിച്ചാൽ, യേശുവിന്റെ ജീവിതം ജീവിക്കുവാൻ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം അവൻ എങ്ങനെ ഉണ്ടായിരുന്നോ അതുപോലെ പരിശുദ്ധാത്മാവിന്റെ ആ അഭിഷേകം നമുക്കുണ്ടെങ്കിലേ നമുക്കും യേശുവിന്റെ ജീവിതം ജീവിക്കാൻ കഴിയത്തുള്ളൂ. ഇറ്റ് ഈസ് ത്രൂ ദ ഹോളി സ്പിരിറ്റ്. അവൻ നന്മ ചെയ്തു, പിശാചുക്കളെ പുറത്താക്കി എന്നുള്ള അവന്റെ പ്രവൃത്തി മാത്രം നോക്കിയാൽ പോരാ. അവൻ നന്മ ചെയ്യാനും പിശാചുക്കളെ പുറത്താക്കിക്കൊണ്ട് സഞ്ചരിക്കുവാനും ഇടയായതിന്റെ കാരണം എന്താണ്? അവിടെയാണ് ഫസ്റ്റ് ഓഫ് ഓൾ ഇറ്റ് സേസ് അബൌട്ട് ദി അനോയിന്റിങ് ഓഫ് ദ ഹോളി സ്പിരിറ്റ്. യേശു ക്രിസ്തുവിന്റെ ജീവിതത്തിൽ ആത്മാവിന്റെ പ്രവൃത്തി അവനിൽ എങ്ങനെ നടന്നു എന്നുള്ളതിനെ കുറിച്ച്, അവന്റെ ജീവിതത്തിന്റെ ഓരോ ഗ്രോത്തിന്റെ, അവന്റെ ജീവിതത്തിന്റെ ഓരോ വളർച്ചയുടെ കാലയളവിലും പരിശുദ്ധാത്മാവ് അവനോട് എങ്ങനെ ഇടപെട്ടു, അല്ലെങ്കിൽ എങ്ങനെയായിരുന്നു ഹോളി സ്പിരിറ്റും അവനും തമ്മിലുള്ള റിലേഷൻ എങ്ങനെയായിരുന്നു എന്നുള്ളത് നമുക്ക് നോക്കാം. ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം അതിന്റെ 35-ാം വാക്യം വായിക്കുമ്പോൾ അവിടെ യേശു കർത്താവിന്റെ ജനനത്തെക്കുറിച്ച് പറയുകയാണ്. അവിടെ എഴുതിയിരിക്കുന്ന വാക്ക്, അതിന് ദൂതൻ, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ നിഴലിടും, ആകയാൽ ഉത്ഭവിക്കുന്ന വിശുദ്ധ പ്രജ ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും.
പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും. മറിയയോട് കർത്താവ് പറയാണ്, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ നിലയിടും. ആകയാൽ ഉത്ഭവിക്കുന്ന വിശുദ്ധ പ്രജ ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും. യേശു കർത്താവ്, when we think about his life, he was born of the Spirit. It was not a normal or natural birth. ഒരു സ്വാഭാവികമായ ഒരു ജനനമായിരുന്നില്ല. ആരുടെ ജനനം? യേശുവിന്റെ ജനനം. പിന്നെ എങ്ങനെയായിരുന്നു? He was born of the Spirit. അവൻ ആത്മാവിലാണ് ജനിച്ചത്. അപ്പൊ ആത്മാവിനാൽ ജനിച്ചത് കൊണ്ടാണ് അവൻ ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടുന്നത്. അഥവാ ആ പുത്രത്വം എന്ന് പറയുന്നത് എന്താണ്? ഹൗ ക്യാൻ യു സേ ദാറ്റ് ജീസസ് വാസ് ദ സൺ ഓഫ് ഗാഡ്? ഇവിടെ ക്ലിയർ ആയിട്ട് ദൂതൻ പറയുന്നുണ്ട്, ബിക്കോസ് ഹി വാസ് ബോൺ ഓഫ് ദ സ്പിരിറ്റ്. അതുകൊണ്ട്, ഇല്ലേ, അവിടെ എഴുതിയിരിക്കുന്ന വാക്കാണ്, അതുകൊണ്ട് നിന്നിൽ ഉത്ഭവിക്കുന്ന പ്രജ എന്താണ്? വിശുദ്ധ പ്രജ എന്ന് വിളിക്കപ്പെടും, അല്ലെങ്കിൽ അവൻ ദൈവത്തിന്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും. ദ ഹോളി സ്പിരിറ്റ് വിൽ കം അപ്പോൺ യു and the power of the Most High will overshadow you. Therefore the child to be born will be called the Holy, the Son of God. So പുത്രത്വത്തിന്റെ, ദൈവത്തിന്റെ പുത്രനാകുവാനുള്ള യോഗ്യത എന്ന് പറയുന്നത് എന്താണ്? പരിശുദ്ധാത്മാവിനാലുള്ള ജനനമാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നമ്മുടെ സ്വാഭാവിക ജനനം പരിശുദ്ധാത്മാവിനാലല്ല, അത് ജഡത്താലാണ്. എന്നാൽ വീണ്ടും ജനനം ജഡത്താലല്ല, ആത്മാവിനാലാണ്. വീണ്ടും ജനനത്തിന്റെ പ്രത്യേകത ഒരു നാച്ചുറൽ ബർത്ത് അല്ല. അത് ഒരു നാച്ചുറൽ ബർത്ത് ആയിരുന്നെങ്കിൽ വീണ്ടും ജനനം നാച്ചുറൽ ബർത്ത്, ജനനത്തെ അങ്ങനെ ആ ഒരു നിലയിൽ മാത്രം കാണുവാനേ ഈവൻ നിക്കോദിമോസിനോട് പോലും കഴിയുന്നുള്ളൂ. പുതുതായി ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യം കാണുവാൻ കഴിയുകയില്ല എന്ന് യേശു നിക്കോദിമോസിനോട് പറയുമ്പോൾ പെട്ടെന്ന് അവൻ ചോദിക്കുന്നത് എന്താണ്? മനുഷ്യൻ പ്രായമായ ശേഷം പിന്നെയും എങ്ങനെയാണ് അമ്മയുടെ ഉദരത്തിൽ കടന്ന് ജനിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സാധ്യമാണെന്നാ കാര്യം. അവന്റെ മനസ്സിൽ ജനനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരൊറ്റ രീതിയിലേ നടക്കുകയുള്ളൂ. എന്ത്? യഹൂദ സ്ത്രീയുടെ ഉദരത്തിൽ വീണ്ടും ജനിക്കുന്ന കാര്യത്തെക്കുറിച്ചാണ് അവൻ എപ്പോഴും ആലോചിക്കുന്നത്. വേറെ ഒരു കാര്യവും അവൻ ആലോചിക്കുന്നില്ല. വേറെ കാര്യം അവന്റെ മനസ്സിൽ പോലും വരുന്നില്ല. അങ്ങനെ സ്വാഭാവിക ജനനം മാത്രം മനസ്സിൽ കിടന്നതായ നിക്കോദിമോസിനോട് കർത്താവ് പറയാണ്, ഐ എം ടോക്കിംഗ് അബൌട്ട് സംതിങ് എൽസ്. ഇറ്റ് ഈസ് നോട്ട് ദ നാച്ചുറൽ ബർത്ത്. വെള്ളത്താലും ആത്മാവിനാലും ജനിക്കുന്നില്ല എങ്കിൽ, അൺലെസ് യു ആർ ബോൺ ഓഫ് വാട്ടർ ആൻഡ് ഓഫ് ദ സ്പിരിറ്റ്. വെള്ളത്താലുള്ള ജനനം എന്നവിടെ പറയുന്നത് ഇറ്റ് സെയ്സ് അബൌട്ട് ദ നാച്ചുറൽ ബർത്ത്. സെയ്സ് അബൌട്ട് ദ നാച്ചുറൽ ബർത്ത്. കാരണം അതിന്റെ നേരെ താഴെ പറയുന്നത് വെള്ളത്താലും ആത്മാവിനാലും ജനിച്ചില്ല എന്ന് പറഞ്ഞിട്ട് അടുത്ത് പറയുന്നത് ജഡത്താൽ ജനിച്ചത് ജഡമാകുന്നു, ആത്മാവിനാൽ ജനിച്ചത് ആത്മാവാകുന്നു എന്നാണ്. ആൻഡ് ജീസസ് സേസ് ഹി നീഡ്സ് അനദർ ബർത്ത്. ആൻഡ് വാട്ട് ഈസ് ദാറ്റ്? ദ ബർത്ത് ഓഫ് ഔട്ട് ഓഫ് ദ ഹോളി സ്പിരിറ്റ്. യു നീഡ് ടു ബി ബോൺ ഓഫ് ദ സ്പിരിറ്റ്. എന്നാലേ നിനക്ക് ദൈവരാജ്യത്തിലേക്ക് കടക്കാൻ പറ്റുള്ളൂ. അത് നമ്മൾ യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിന്റെ 13-ാം വാക്യത്തിൽ പറയുന്ന പോലെ, അവൻ രക്തത്തിൽ നിന്നല്ല, ജഡത്തിന്റെ ഇഷ്ടത്താലല്ല, പുരുഷന്റെ ഇഷ്ടത്താലുമല്ല, ദൈവത്തിൽ നിന്നത്രേ ജനിച്ചത്. സി, യേശു കർത്താവിന്റെ ജനനത്തെ കുറിച്ച് പറയുമ്പോൾ ഹി വാസ് ബോൺ ഓഫ് ഗാഡ്, ബിക്കോസ് പുരുഷന്റെ ഇഷ്ടത്താലല്ല, ജഡത്തിൽ നിന്നല്ല. വീണ്ടും ജനനവും അതുപോലെ തന്നെയാണ്. ദ ന്യൂ ബർത്ത്, ഇറ്റ് ഈസ് ഔട്ട് ഓഫ് സ്പിരിറ്റ്. വി ആർ ബോൺ ഓഫ് ദ സ്പിരിറ്റ്. നമ്മൾ ആത്മാവിനാൽ ജനിക്കുകയാണ്. അപ്പോൾ യേശുവിന്റെ ജനനം തന്നെ, ഹി വാസ് ബോൺ ഓഫ് ദ സ്പിരിറ്റ്, ആൻഡ് ദാറ്റ്സ് ദ റീസൺ വൈ ഹി കുഡ് ലിവ് ദ ലൈഫ് ഓഫ് ദ സൺ. ദൈവത്തിന്റെ പുത്രന്റെ ജീവിതം ജീവിക്കുവാൻ അവന് കഴിഞ്ഞത് ബിക്കോസ് ഹി വാസ് ബോൺ ഓഫ് ദ സ്പിരിറ്റ്. സ്വാഭാവികമായി എനിക്കത് കഴിയത്തേയില്ല, ബിക്കോസ് ഐ എം ബോൺ ഓഫ് ആഡം. എന്നാൽ ദൈവം ഒരു വലിയ പോസിബിലിറ്റി എനിക്ക് തന്നിരിക്കുകയാണ്. എന്തിന്? ആത്മാവിനാൽ ജനിക്കുവാനുള്ള സാഹചര്യം തന്നിരിക്കുകയാണ്. ദാറ്റ് ഈസ് ദ ന്യൂ ബർത്ത്. വെൻ ഐ എം ബോൺ ഓഫ് ദ സ്പിരിറ്റ്, then I can live a heavenly life because I am born from above. ഞാൻ ഉയരത്തിൽ നിന്ന് ജനിച്ചിരിക്കുന്നു. ഉയരത്തിൽ നിന്ന്. എന്റെ ജനനം വ്യത്യാസമാണ്. എന്റെ ജനനം വ്യത്യാസമായതുകൊണ്ടാണ് എനിക്ക് ഉയരത്തിലെ ജീവിതം ജീവിക്കാൻ കഴിയുന്നത്, അല്ലെങ്കിൽ പറ്റത്തില്ല. ഞാൻ പല സമയത്ത് ഇതിനൊരു ഉദാഹരണമായിട്ട് പറയാറുള്ള ഒരു കാര്യമുണ്ട്. അത് ഒരു കോഴിയുടെ കീഴിലെ മുട്ട വിരിയിക്കാൻ വെച്ച കൂട്ടത്തിൽ അറിയാതെ ഒരു ഈഗിളിന്റെ
ഒരു 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 കഴുകന്റെ മുട്ടയുടെ ഇതിനകത്ത് വീണുപോയി. സംഹാവ് ഇതിനകത്ത് വീണു. ഇതങ്ങ് വിരിഞ്ഞപ്പോൾ 12 കോഴിക്കുഞ്ഞുങ്ങൾ വിളിച്ചു. 11 കോഴിക്കുഞ്ഞും ഒരു കഴുകൻ കുഞ്ഞോ. പക്ഷേ കുഞ്ഞാകുമ്പോ ഇതൊന്നും വ്യത്യാസമൊന്നും അറിയത്തില്ല. അപ്പൊ അതുകൊണ്ട് ഇവർ ഒരുമിച്ച് വളർന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് നാച്ചുറലി ഇവന്റെ ബർത്ത് വ്യത്യാസമായതുകൊണ്ട് ഈ കഴുകന്റെ കുഞ്ഞിന് വിശപ്പ് കൂടുതലാ. പക്ഷേ കഴുകന്റെ കുഞ്ഞും കോഴിയുടെ കുഞ്ഞും ഒക്കെ ഒരുമിച്ചാണ് ജീവിക്കുന്നത്. കാര്യം അതിനറിയത്തില്ലല്ലോ ഇത് ഞാൻ കഴുകന്റെ കുഞ്ഞാണെന്നൊന്നും അറിയത്തില്ലല്ലോ. സോ ഇത് മണ്ണ് സ്ക്രാച്ച് ചെയ്ത് പുഴുക്കളെയൊക്കെ തിന്നാണ് ജീവിക്കുന്നത്. പക്ഷേ 1-2 പുഴുവിനെ തിന്നാലും ഇതിനൊന്നും ആകത്തൊന്നുമില്ല. അതുകൊണ്ട് ഇത് ഇച്ചിരി ഒന്ന് വലുതായി. പക്ഷേ ഇത് ചിന്തിക്കുന്നത് എപ്പോഴും ഞാനൊരു കോഴിക്കുഞ്ഞാണെന്നാ, അല്ലാതെ വേറെ ഒന്നും അതിന്റെ മനസ്സിലില്ല. അങ്ങനെ മുന്നോട്ട് പോകെ ഒരു ദിവസം ഒരു കഴുകൻ ആകാശത്തൂടെ പറന്നു പോകുമ്പോൾ കോഴിക്കുഞ്ഞിന്റെ കൂട്ടത്തിൽ നിന്നൊരു കഴുകൻ കുഞ്ഞ് കളിക്കുന്നു. അപ്പൊ കഴുകന്റെ കുഞ്ഞിന് ഭയങ്കര അത്ഭുതം. ഇതെന്തു ഈ സംഭവിച്ചിരിക്കുന്നത്? ഇതെന്തൊരു കഷ്ടമാ. കോഴിയെ തിന്നാനായിട്ടാണ് കഴുകൻ ഉണ്ടായിരിക്കുന്നത് തന്നെ. പക്ഷെ ഇത് കണ്ട് കോഴിക്കുഞ്ഞിന്റെ കൂട്ടത്തിൽ നിന്ന് കഴുകന്റെ കുഞ്ഞ് എന്ത് ചെയ്യുക? കളിച്ചോണ്ട് നടക്കുക. ഉടനെ കഴുകൻ നേരെ ഊളിയിട്ട് താഴോട്ട് വരാൻ തുടങ്ങി. അപ്പൊ അതിന്റെ ഈ പറക്കലിന്റെ ശബ്ദം കേട്ടപ്പോ തന്നെ കോഴിക്കുഞ്ഞുങ്ങൾ ഓടി എവിടെയൊക്കെ ഒളിച്ചു. പക്ഷെ കഴുകന്റെ കുഞ്ഞിന് പെട്ടെന്ന് ഓടി ഒളിക്കാൻ പറ്റിയില്ല. അങ്ങനെ കഴുകൻ പറന്ന് ഇതിന്റെ മുന്നേ വന്നു നിന്നു. ഇത് മുന്നേ വന്നു നിന്നപ്പോഴത്തേക്ക് ഇത് പേടിച്ചു പോയി. ഇത് അങ്ങോട്ടോടി ഇങ്ങോട്ടോടി. അതാദ്യമായിട്ട് ഒരു കഴുകനെ കാണുന്നത് കുഞ്ഞ്. അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കൊണ്ടിരിക്കുന്ന കൂട്ടത്തിൽ നമ്മൾ കിളിത്തട്ട് കളിക്കുന്ന പോലെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓടി പിന്നെ ഇതിനെ ഫിക്സ് ചെയ്തു. നിർത്തിട്ട് ചോദിച്ചു, ഏയ് വാട്ട് യു ഡൂയിങ് ഹിയർ? നീ ഇവിടെ എന്തോ ചെയ്യാ? ഞാനിത് കളിച്ചോണ്ടിരിക്കുക. ആരുടെ കൂടെ? എന്റെ സഹോദരന്മാരുടെ കൂടെയും സഹോദരിമാരുടെ കൂടെയും. സഹോദരന്മാരുമോ? അവരൊക്കെ കോഴിക്കുഞ്ഞുങ്ങളല്ലേ? അതെ. അതിനെ പിന്നെ നിന്റെ സഹോദരനും സഹോദരിയും ഒക്കെ ആവുന്നേ? അത് ഞാനും കോഴിക്കുഞ്ഞല്ലേ? കാര്യം കഴുകൻ കുഞ്ഞ് ചിന്തിച്ചിരിക്കുന്നത് എന്താണ്? അതും കോഴിക്കുഞ്ഞാണെന്ന്. ഉടനെ ഈ കഴുകൻ പറഞ്ഞു, മോനെ അതല്ല, യു ആർ നോട്ട് എ ചിക്ക്. നീ ഒരു കോഴിക്കുഞ്ഞൊന്നുമല്ല, പിന്നെ നീ ഒരു കഴുകൻ കുഞ്ഞാ, ഓർത്തോണം. അയ്യോ പറയല്ലേ കഴുകൻ, ഞങ്ങളുടെ അമ്മ പറഞ്ഞിട്ടുണ്ട് നമുക്കൊരു വലിയൊരു ശത്രുവുണ്ട്, ആ ശത്രുവിന്റെ പേര് കഴുകൻ എന്നാണെന്ന്. അയ്യോ പേര് പറയല്ലേ, എനിക്ക് പേടിയാ. ഉടനെ കഴുകൻ പറഞ്ഞു, അങ്ങനെയല്ല, നിന്റെ അമ്മയൊന്നും അല്ലാത്. കോഴി എങ്ങനെയാ നിന്റെ അമ്മയാകുന്നത്? നീ കഴുകന്റെ കുഞ്ഞാണ്. ഇല്ല എനിക്ക് പേടിയാ. എന്ന് പറഞ്ഞു, ഇല്ല നിന്നെ കണ്ടാൽ അറിയാമല്ലോ, നീ ലുക്ക് അറ്റ് യുവർ സെൽഫ്, നീ നിന്നെ തന്നെ ഒന്ന് നോക്ക്. നീ കോഴിക്കുഞ്ഞിനെ പോലാണോ നോക്ക്. നീ കോഴിക്കുഞ്ഞാണെങ്കിൽ പിന്നെ നീ എന്നെ ഇത്ര വലുതായിരിക്കുന്നത്? അത് അവരൊന്നും ഒത്തിരി കഴിക്കത്തില്ല, ഞാൻ കുറച്ച് കൂടുതൽ കഴിക്കും, അതുകൊണ്ട് ഇങ്ങനെ വലുതായെന്നുള്ളതേ ഉള്ളൂ. അല്ലല്ല, യു ജസ്റ്റ് ലുക്ക് അറ്റ് യുവർ വിങ്സ്. നിന്റെ ചിറകുകൾ നീ ഒന്ന് നോക്ക്. ഇറ്റ്സ് സോ ബിഗ്. ഇല്ലേ, നിനക്ക് പറക്കാൻ പറ്റും. ബിക്കോസ് നീ ഒരു കഴുകനാ. നോ പറക്കാനൊന്നും പറ്റുന്നൊന്നുമില്ല. എന്റെ അമ്മയാണെങ്കിൽ ഇന്നാളിൽ ഇച്ചിരി ഒന്ന് പറന്നു, ടക്കെന്ന് പറഞ്ഞിട്ട് നേരെ താഴെ വീഴുന്നു, അത്രേ ഉള്ളൂ. ഞാൻ എത്ര പറന്നാലും എന്റെ അമ്മയെക്കാളും കൂടുതൽ പറക്കത്തില്ലല്ലോ. അപ്പൊ എനിക്ക് പറക്കാനൊന്നും പറ്റത്തില്ല. കഴുകൻ പറഞ്ഞു, നോ, യു ആർ ആൻ ഈഗിൾ. നീ ഒരു കഴുകനാണ്, അതുകൊണ്ട് നിനക്ക് പറക്കാൻ പറ്റും. ലുക്ക് അറ്റ് യുവർ വിങ്സ്, സോ ബിഗ്. ഇത് ചിലവൊക്കെ ഒന്ന് വിടർത്തി നോക്കിയപ്പം ശരിയായി, പറഞ്ഞ പോലെ ഇച്ചിരി വലുതാ. പക്ഷേ അവന് വിശ്വസിക്കാൻ ആദ്യം പ്രയാസം തോന്നി. എന്നിട്ട് മറ്റേ കഴുകൻ പറഞ്ഞു, ഇല്ല ഞാനൊരു കഴുകനാ, എനിക്കറിയാം നീ ഒരു കഴുകൻ കുഞ്ഞാണ്, അതുകൊണ്ട് നീ ഇങ്ങനെ കോഴിക്കുഞ്ഞിന്റെ കൂട്ടത്തിൽ നടന്ന് പുഴുവിനെ മണ്ണ് സ്ക്രാച്ച് ചെയ്ത് പുഴുവിനെ തിന്നാനല്ല ദൈവം നിന്നെ വിളിച്ചിരിക്കുന്നത് ആകാശത്തേക്ക് പറന്നുയരാനാണ്. എന്നെ കഴുകൻ കുഞ്ഞു പറഞ്ഞു, ഇല്ല എനിക്ക് അങ്ങനെ പറക്കാനൊന്നും പറ്റത്തില്ല. കാര്യം ഞാൻ കോഴിക്കുഞ്ഞല്ല, യു ആർ ആൻ ഈഗിൾ. ഫൈനലി സംഹാവ് ഒത്തിരി കഷ്ടപ്പെട്ടാണെങ്കിലും ഈ കഴുകൻ ഈ കുഞ്ഞിനെ പറഞ്ഞ് മനസ്സിലാക്കി. എന്ത്? യു ആർ നോട്ട് എ ചിക്ക്. നീ ഒരു വെറും കോഴിക്കുഞ്ഞല്ല, നീ ഒരു കഴുകന്റെ കുഞ്ഞാണ് എന്ന് പറഞ്ഞു മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ നാച്ചുറലി ഇത് പറക്കാൻ തുടങ്ങി. ആദ്യം അല്പം പ്രയാസമായിരുന്നു, ബട്ട് ഇറ്റ് വാസ് സ്പ്രെഡിങ് ഇറ്റ്സ് വിങ്സ് ആൻഡ് ഫൈനലി ഇറ്റ് വാസ് ഫ്ലൈയിങ് ആൻഡ് ഫ്ലൈയിങ് ആൻഡ് ഫ്ലൈയിങ് ആൻഡ് ഫ്ലൈയിങ്. ഇറ്റ് വാസ് ഫ്ലൈയിങ് ഹൈ. യു സീ, an eagle is born to fly. ഒരു കഴുകൻ പറക്കാനായിട്ട് സൃഷ്ടിക്കപ്പെട്ടതാണ്. കോഴിക്കുഞ്ഞിനെ പോലെ മണ്ണ് സ്ക്രാച്ച് ചെയ്ത് വിര തിന്നാനല്ല, കോഴികളെ തിന്നാൻ ജനിച്ചവനാണ് വാസ്തവത്തിൽ ഒരു കഴുകൻ. പക്ഷേ ഇന്നിപ്പോൾ അതെന്ത് തിന്നാ ജീവിക്കുന്നേ? പുഴുക്കളെ തിന്നാണ് ജീവിക്കുന്നത്. കാര്യം എന്താ? അതിന് തന്നെ അറിയത്തില്ല അതൊരു കഴുകൻ കുഞ്ഞാണെന്ന്. അതിന് തന്നെ അതിന്റെ ജനനത്തെക്കുറിച്ച് അറിയത്തില്ല. കഴുകന്റെ ജന്മം സ്വന്തമായിട്ട് കൂടെ ഇത് ജീവിക്കുന്നത് ഏത് ജന്മത്തിലാണ്? കോഴിക്കുഞ്ഞിന്റെ ജന്മത്തിലാണ്. ഇതാണ് ഇന്ന് വിശ്വാസികൾക്ക് പറ്റിയിരിക്കുന്ന വലിയ പാളിച്ച. വിശ്വാസികൾക്ക് മാത്രമല്ല, പ്രസംഗകർക്കും പ്രവാചകന്മാർക്കും പറ്റിയിരിക്കുന്ന പാളിച്ച ഇതാണ്.
ഈ പ്രസംഗകരും ക്രൂസൈഡുകാരും പ്രവാചകന്മാരും വന്ന് നിങ്ങളോട് പറയുന്നത് നിങ്ങൾ കോഴിക്കുഞ്ഞാന്നാ. അതുകൊണ്ടാണല്ലോ മണ്ണ് സ്ക്രാച്ച് ചെയ്യുന്ന കാര്യമേ നിങ്ങളോട് സംസാരിക്കത്തുള്ളൂ. ഇറ്റ് നെവർ സെയ്സ് അബൌട്ട് ഫ്ലൈയിങ് ഹൈ. ഏത് പ്രവാചകൻ വന്നിട്ട് ആത്മാവിൽ ഉയർന്നു പറക്കുന്ന ഒരു സ്വപ്നം നിങ്ങൾക്ക് തന്നിട്ടുണ്ട്? നിങ്ങളോട് പറയുന്നതെല്ലാം ഈ മണ്ണിനകത്ത് കിടക്കുന്ന പുഴുവിനെ കുറിച്ചല്ലേ? 2011 7-ാം മാസത്തിൽ ദൈവം നിനക്ക് വലിയൊരു നന്മ വെച്ചിരിക്കുന്നു. എന്താ വെച്ചിരിക്കുന്നു? നിനക്കൊരു പുതിയ ജോലി, 2-3 പുഴുക്കളെ നിനക്ക് വെച്ചിരിക്കുന്നു. അല്ല എന്തോന്ന്? ഈ പ്രവാചകന്മാര് വന്ന് പറയുന്നത് മുഴുവൻ നിനക്ക് പുഴുവിനെ വെച്ചിട്ടുണ്ടെന്നാണ്. അല്ലെന്തോന്ന് പറയുന്നത്? നിനക്ക് കാറ് വെച്ചിട്ടുണ്ട്, നിനക്ക് വീട് വെച്ചിട്ടുണ്ട്, നിനക്കൊരു നന്മ, ഭൗതിക നന്മ കർത്താവ് വെച്ചിട്ടുണ്ട്, പുഴുക്കളെ വെച്ചിട്ടുണ്ടെന്ന്. നിങ്ങൾ തന്റെ അടുത്തോടെ പറയണം, പാസ്റ്ററേ പുഴുവിനെ തിന്നാനല്ല, ഐ ആം ആൻ ഈഗിൾ, ഐ വാണ്ട് ടു ഫ്ലൈ ഹൈ. ഞാനൊരു കഴുകനാണ്, എനിക്ക് ഉയരെ പറക്കുവാനുള്ള വലിയ ചിറകുകളെ ദൈവം തന്നിട്ടുണ്ട്. ഈ മണ്ണിൽ സ്ക്രാച്ച് ചെയ്ത് ജീവിക്കാൻ അല്ല ദൈവം എന്നെ വിളിച്ചിരിക്കുന്നത്. ദൈവം എന്നെ വിളിച്ചിരിക്കുന്നത് ഉയരെ പറന്നു പോകാനാണ്. എനിക്കൊരു പുതിയ ജന്മമുണ്ട്. എന്റേത് കോഴിക്കുഞ്ഞിന്റെ ജന്മമല്ല എന്ന് പറയണം. കോഴിക്കുഞ്ഞിനെ പോലെ പുഴുക്കളെ തിന്ന് ജീവിക്കാനല്ല ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നമ്മിൽ ദൈവം നൽകിയിരിക്കുന്ന ഈ പുതിയ ജന്മം ഒരു യാഥാർത്ഥ്യമായിരിക്കെ തന്നെ ഇന്നും ആദാമ്യ പ്രകൃതിയിൽ ജീവിക്കുന്നവരാണ് വിശ്വാസികളിൽ നല്ലൊരു പങ്കും. അവരെ പരിപോഷിപ്പിക്കാൻ ക്രൂസൈഡുകാരുമുണ്ട്. അവരെ വീണ്ടും കോഴിക്കുഞ്ഞുങ്ങളാക്കി തന്നെ താഴെ ഇട്ടേക്കാനായിട്ട് അല്ല. യു ആർ an eagle. You have given a new birth. By natural birth we are like chicks. സ്വാഭാവിക ജനനം കൊണ്ട് നമ്മൾ കോഴിക്കുഞ്ഞുങ്ങളെ പോലാണ്. നമ്മുടെ അഫിനിറ്റി, നമ്മളുടെ എന്താണ്, നമുക്കുള്ള താല്പര്യങ്ങളും ഇഷ്ടങ്ങളും എല്ലാം കിടക്കുന്നത് മണ്ണിലാണ്. സ്വാഭാവികമായി മണ്ണിനകത്ത് കിടക്കുക. സോ വി സ്ക്രാച്ച് ദ ഗ്രൗണ്ട്. ഇന്ന് സഭകളും അതിനാണ്, പുഴുക്കളെ കൊടുക്കാൻ. പുഴുക്കളെ കുറിച്ചാണ് പ്രസംഗങ്ങൾ, പുഴുക്കളെ കുറിച്ചാണ് പ്രവചനങ്ങൾ, പുഴുക്കളെ കുറിച്ച് കേൾക്കാനാണ് നമുക്ക് സന്തോഷവും. ഒരു കാര്യം ഞാൻ പറയാം, മാക്കിയവെല്ലി പറഞ്ഞൊരു കാര്യമുണ്ട് പ്രിൻസിനകത്ത്, എല്ലാ ജനതയ്ക്കും അവരവർക്ക് യോജിക്കുന്ന ഭരണാധികാരികളെ കിട്ടുന്നെന്ന്. നമുക്കൊക്കെ ഇതേ കിട്ടത്തുള്ളൂ, ഇങ്ങനത്തെ പ്രവാചകന്മാരെ ഇവിടെ വരത്തുള്ളൂ. കാര്യം നമ്മുടെ മോഹം അതാ, അല്ലാതെ എന്തോന്ന്. നമുക്കും പുഴുക്കളെയാണ് മോഹം. അത് പ്രസംഗിക്കുന്നവനെ മാത്രമേ നിങ്ങൾക്ക് ഇഷ്ടമുള്ളൂ. ഫ്ലൈ ഹായ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഫ്ലൈ ഹായ്, അപ്പൊ എന്റെ എത്ര പുഴു പോകുമെന്നാ ചോദിക്കുന്നത്. നമുക്ക് നമ്മുടെ സമ്പത്ത് കളയാൻ മനസ്സില്ല, നമ്മുടെ ജീവിതത്തിലെ ഭൂമിയിലുള്ള യാതൊന്നും കളയാൻ മനസ്സില്ല. അന്നേരം ഉയരത്തിലുള്ളത് ചിന്തിപ്പിന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങേർക്ക് അത് പറയാം. പക്ഷെ ഞാൻ എന്തെല്ലാം സൂക്ഷിച്ചു വെച്ചിരിക്കുക അതെല്ലാം നഷ്ടപ്പെടുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സി an eagle is a special creature. God created it to fly high. We are born to fly. ഉയരത്തിലുള്ള ജനനം നമുക്ക് ദൈവം നൽകിയിരിക്കുന്നത് അതുകൊണ്ടാണ്. So Jesus was born of the Spirit and his natural birth was different, of course. അവന്റെ സ്വാഭാവിക ജനനം തന്നെ അങ്ങനെയായിരുന്നു. പക്ഷെ നമ്മുടെ സ്വാഭാവിക ജനനം യേശുവിന്റെ സ്വാഭാവിക ജനനം പോലെ അല്ല. We are born of flesh. We are born of Adam. But God has given us a new birth. ഒരു കഴുകന്റെ ജീവിതം, ഉയരെ പറക്കുവാനുള്ള ഒരു കഴുകന്റെ ജീവിതം കർത്താവ് നമുക്ക് നൽകിയിട്ടുണ്ട്. And that makes us, strengthens us to fly high. അതാണ് നമ്മളെ വാസ്തവത്തിൽ ഉയരെ പറക്കുവാൻ തക്കവണ്ണം ശക്തീകരിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. യേശുവിന്റെ ആത്മപൂർണ്ണതയെക്കുറിച്ച് അല്ലെങ്കിൽ യേശുവിന്റെ ആത്മാവിലുള്ള ജീവിതത്തെക്കുറിച്ച് പറയുമ്പോൾ the first thing എന്താണ്? He was born of the Spirit. ലൂക്കോസ് സുവിശേഷം 1-ാം അധ്യായത്തിന്റെ 35-ാം വാക്യത്തിൽ he was born of the Spirit. അതേസമയം നമ്മൾ ലൂക്കോസ് സുവിശേഷം 2-ാം അധ്യായത്തിന്റെ 40-ാം വാക്യം വായിക്കുമ്പോൾ 2:40 chapter 2 verse 40 അവിടെ നമ്മൾ വായിക്കുന്നത്, and the child grew and became strong, filled with wisdom, and the favor of God was upon him. The child grew and became strong. യേശുവിന്റെ ജനനത്തെക്കുറിച്ച് പറയുമ്പോൾ പൈതൽ വളർന്നു, ജ്ഞാനം നിറഞ്ഞു, ദൈവകൃപയും അവനോടുകൂടെ ഉണ്ടായിരുന്നു. പൈതൽ വളർന്നു. ഗ്രോത്ത്. ജനനം കൊണ്ട് മാത്രം കാര്യമില്ല, എന്തുകൂടെ വേണം? ഗ്രോത്ത് വേണം, വളർച്ച വേണം. പല വിശ്വാസികളുടെയും പ്രശ്നം അവർ ജനിച്ചതുപോലെ തന്നെ ഇരിക്കുകയാണെന്നുള്ളതാണ്. ഗ്രോത്ത് ഇല്ല. നമ്മളെ വ്യത്യസ്തരാക്കുന്നത്, അല്ലെങ്കിൽ ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന ഈ ആത്മാവിലുള്ള ജനനം ഫലപുഷ്ടമാകുന്നത് only when we grow. വളരുമ്പോഴാണ്. വളരുമ്പോൾ ഇത് സ്വാഭാവികമായി ഫലം സ്വാഭാവികമായിട്ടുണ്ടാകും.
വളരുമ്പോൾ യേശുവിനെ പോലെയുള്ള ജീവിതം നമുക്കുണ്ടാകും. ആ വളർച്ചയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ആ വളർച്ച. ബാക്കിയുള്ള നമ്മളുടെ യേശു ക്രിസ്തുവിനെ പോലെ ജീവിക്കാൻ യേശുവിനെ പോലെ അങ്ങ് വളർന്നാൽ മതി. when we grow like him, പൈതൽ വളർന്നു, ജ്ഞാനം നിറഞ്ഞു, ആത്മാവിൽ ബലപ്പെട്ടു പോന്നു. ഒരു ഹോളിസ്റ്റിക് ആയിട്ടുള്ള ഒരു ഗ്രോത്ത് അവിടെ കാണുന്നത്. ഇൻഫന്റ് ജീസസ്, when we say about the infant Jesus, it's a holistic growth. ബോഡി, he was growing. പൈതൽ വളർന്നു, ജ്ഞാനം നിറഞ്ഞു, അവന്റെ ഇന്റലിജൻസിന്റെ വളർച്ചയുണ്ട്, ആത്മാവിൽ ബലപ്പെട്ടു പോന്നു. ആത്മാവിൽ അവന്റെ സ്പിരിച്വൽ ഗ്രോത്ത്, ദൈവകൃപ അവനോടുകൂടെ ഉണ്ടായിരുന്നു. അവന്റെ മേൽ ദൈവത്തിന്റെ ഫേവർ ഉണ്ടായിരുന്നു. ഇതാണ് വാസ്തവത്തിൽ ഒരു മനുഷ്യന്റെ വളർച്ചയെ, ഒരു ആത്മീയ മനുഷ്യന്റെ വളർച്ചയെ നമ്മൾ ഓർക്കേണ്ട കാര്യം.